നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. സ്നേഹ, നീ എന്തിനാ ഇങ്ങോട്ട് വന്നേ? ഇങ്ങോട്ട് വന്നത് എന്തിനാണെന്നോ? ഇത് എന്റെ വീടായതുകൊണ്ട്. ഞങ്ങൾക്ക് അച്ഛനൊന്ന് കാണണം. നിന്റെ അച്ഛന് നിന്നോടുള്ള സ്നേഹം എത്ര വലുതാണെന്ന് എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. നീ ഇറങ്ങിപ്പോരുന്നതോടെ അച്ഛൻ തളർന്നു വീണ് കാണും. വിഷമിക്കണ്ട, നമുക്ക് അച്ഛനെ പോയി കാണാം. ചെയ്ത തെറ്റിനൊക്കെ മാപ്പ് ചോദിക്കാം. അച്ഛന്റെ അനുഗ്രഹം വാങ്ങിക്കണം. നമുക്ക് നെല്ലിശ്ശേരിയിലേക്ക് പോവാം. വേണ്ട ധനുഷ്, അവിടെ ആരും നമ്മളെ കയറ്റില്ല. ധനുഷിനെ അവര് തല്ലിക്കൊല്ലും. ഇപ്പൊ ധനുഷിന്റെ ഭർത്താവാ. എന്റെ കൺമുന്നിൽ വെച്ച് ധനുഷിനെ അവരെന്തെങ്കിലും ചെയ്താ എനിക്കത് സഹിക്കില്ല. അതൊന്നും സാരമില്ല. അതിനേക്കാളൊക്കെ നമുക്കിപ്പോ വലുത് നിന്റെ അച്ഛന്റെ ആരോഗ്യമാണ്. നമ്മൾ കാരണം അച്ഛൻ ഒരാപത്തും സംഭവിച്ചുകൂടാ. നീ തിരിച്ചു ചെല്ലണമെന്ന് അച്ഛൻ ഒരുപക്ഷെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലോ? ധനുഷ് പറഞ്ഞതാണ് ശരി. വെല്ലുവിളിച്ചവന്മാരുടെ മുന്നിലേക്ക് സ്നേഹയുടെ കൈയും പിടിച്ച് കയറി ചെല്ലുക എന്ന് പറഞ്ഞാൽ അത് ഒരു മാസ് ഐറ്റം തന്നെയായിരിക്കും. എനിക്കാരോടും വാശിയൊന്നും ഇല്ല മൂർത്തി. പക്ഷെ എനിക്ക് വാശിയുണ്ട്. അത് അച്ഛനോടല്ല, എന്റെ ഏട്ടന്മാരോടുമല്ല. പിന്നെ ആരോട്? പിന്നെ ഉണ്ടല്ലോ അവിടെ ആളുകള്, നെല്ലിശ്ശേരിയുടെ സർവാധികാരികളായി സ്വയം വിചാരിക്കുന്നവർ. അർച്ചനയുടെ കാര്യം തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. അവരെ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. എന്നെപ്പോലൊരു ദുഷ്ടനെ അവർ എതിർക്കുന്നത് തന്റെ നന്മയ്ക്ക് വേണ്ടിയാ. ധനുഷ് ദുഷ്ടനാണോ അല്ലയോ എന്ന് ഞാനല്ലേ തീരുമാനിക്കേണ്ടേ? എന്റെ ഭർത്താവാകാൻ എന്തുകൊണ്ട് യോഗ്യതയുള്ള ആളാ ധനുഷ്. ധനുഷിന്റെ കൈയും പിടിച്ച് എനിക്ക് നെല്ലിശ്ശേരിയുടെ പടി കയറി ചെല്ലണം. എന്റെ ആഗ്രഹം ഞാൻ സാധിച്ചത് അവരുടെ മുമ്പിൽ എനിക്ക് കാണിച്ചു കൊടുക്കണം. അച്ഛൻ അനുഗ്രഹിക്കുന്നെങ്കിൽ അനുഗ്രഹിക്കട്ടെ, അല്ലെങ്കിൽ ശപിക്കട്ടെ. സ്വന്തം മകളുടെ കല്യാണം നടക്കുന്നത് കണ്ണു നിറയെ കാണാനും ആ കൈ പിടിച്ച് മരുമകന്റെ കയ്യിൽ കൊടുക്കാനും ഏതൊരച്ഛനും ആഗ്രഹിക്കും. സഹോദരി സുമംഗലിയാകുന്നത് കാണാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് അവളുടെ സഹോദരന്മാർ തന്നെയല്ലേ? പക്ഷേ അതിനൊന്നുമുള്ളൊരവസരം നമ്മൾ അവർക്ക് കൊടുത്തിട്ടില്ല. സാഹചര്യങ്ങൾ കൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിച്ചു. അവർ നമ്മൾ എന്തൊക്കെ ചെയ്താലും അവര് നിന്റെ അച്ഛനും സഹോദരങ്ങളുമാണ്. രണ്ട് തല്ല് കിട്ടിയാലും കുഴപ്പമില്ല. പ്രശ്നങ്ങളെല്ലാം ഇതോടെ തീരുമെങ്കിൽ അത് തന്നെയാ നല്ലത്. ധനുഷ് പറഞ്ഞതാ ശരി. നമുക്ക് അച്ഛനെ കാണണം, അനുഗ്രഹം വാങ്ങിക്കണം. പിന്നെ അർച്ചനയുടെ മുമ്പിൽ എനിക്ക് നിവർന്ന് നിൽക്കണം. മരണം വരെ ഇനി ഞാൻ ഈ കൈ വിടില്ലെന്ന് എനിക്ക് അവരെ ബോധ്യപ്പെടുത്തി കൊടുക്കണം. സ്നേഹ, നീ എന്തിനാ ഇങ്ങോട്ട് വന്നേ? ഇങ്ങോട്ട് വന്നത് എന്തിനാണെന്നോ? ഇത് എന്റെ വീടായതുകൊണ്ട്.
ഞങ്ങൾക്ക് അച്ഛനെ ഒന്ന് കാണണം. അച്ഛന്റെ അനുഗ്രഹം വാങ്ങുകയും വേണം. അതിന് പറ്റിയൊരു സാഹചര്യം അല്ല ഇപ്പോ. നിന്നെ കണ്ട വലിയ പ്രശ്നമുണ്ടാവും. എന്ത് പ്രശ്നം? ഞാൻ എന്റെ അച്ഛനെ കാണാൻ വന്നതിന് എന്ത് പ്രശ്നം ഉണ്ടാവാനാ? ധനുഷ് അകത്തേക്ക് വാ. അച്ഛാ, കാര്യങ്ങളൊക്കെ അറിഞ്ഞു കാണുമല്ലോ. ഇന്ന് ഞങ്ങള് വിവാഹം കഴിച്ചു. എല്ലാം മറന്ന് അച്ഛൻ ഞങ്ങൾ രണ്ടുപേരെ അനുഗ്രഹിക്കണം. മനസ്സറിഞ്ഞ് തരേണ്ട ഒന്ന് അനുഗ്രഹം, അതും സ്നേഹമുള്ളവർക്ക്. എന്നെ ചതിച്ച നിന്നെ ഇവനെയും ഞാൻ അനുഗ്രഹിക്കണോ? ഞാൻ ആരെയും ചതിച്ചിട്ടില്ലെന്ന് പൂർണ്ണ ബോധ്യമുള്ളിടത്തോളം കാലം അച്ഛൻ പറയുന്നതിന് എനിക്കൊരു വിഷമമില്ല അച്ഛ. ഈ വീട്ടിലെ എല്ലാവരോടും ഞാൻ എത്ര തവണ പറഞ്ഞതാ എനിക്ക് ധനുഷിന് ഇഷ്ടമാണെന്ന്. ഞങ്ങളുടെ വിവാഹം നടത്തി തരണമെന്ന് ആരെങ്കിലും കേട്ടോ? അച്ഛൻ്റെയും ഏട്ടന്മാരുടെയും വാക്കിനെതിർത്ത് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ എനിക്ക് അവനോട് എന്തുമാത്രം ഇഷ്ടം ഉണ്ടായിരിക്കണം. മറ്റാരും എന്നെ മനസ്സിലാക്കിയില്ലെങ്കിലും എനിക്കൊരു പ്രശ്നവുമില്ല. പക്ഷെ അച്ഛൻ എന്നെ മനസ്സിലാക്കാതെ പോവരുത്. എനിക്ക് ഈ ഭൂമിയിൽ സ്വന്തമെന്ന് തോന്നിയിട്ടുള്ളത് എൻ്റെ അച്ഛനെയാ. എന്നെ അച്ഛന് മനസ്സിലാവുമെന്ന് കരുതിയ ഞങ്ങൾ ഇങ്ങോട്ട് വന്ന് അച്ഛൻ്റെ അനുഗ്രഹം വാങ്ങി പുതിയൊരു ജീവിതത്തിലോട്ട് കടക്കുക. ഈ വീട്ടിലും അച്ഛൻ്റെ മനസ്സിലും എന്നെ പടിയടിച്ച് പിണ്ടം വെച്ച് കഴിഞ്ഞുവെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല അച്ഛ. ധനുഷ്, നമുക്ക് പോവാം. നമുക്ക് നമ്മളെ ഉള്ളൂ. വാ. നിക്കേ, നീ ധനുഷിനെ വിളിച്ച് അകത്തേക്ക് വാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.